ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോടൻ ഹലുവ ഒക്കെ പോലെ തന്നെ പ്രസിദ്ധമായ ഒരു ഐറ്റമാണ് പൂരം വറുത്തത്. അപ്പോൾ അതിൻ്റെ ഒതൻറ്റിക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് പച്ചരി പൊടിപ്പിച്ചത് വേണം. ഇത് കൂടുതൽ എമൗണ്ട് ഉള്ളത് കൊണ്ട് മില്ലിൽ കൊടുത്തിട്ടാണ് പൊടിപ്പിച്ചെടുത്തിട്ടുള്ളത്. 8 കിലോ പച്ചരി പൊടിച്ചതുണ്ട്. പുട്ടിന് പൊടിപ്പിക്കുന്നത് പോലെ പൊടിപ്പിക്കുക. 1 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം പുട്ടിന് പൊടിപ്പിക്കുന്ന പോലെ പൊടിപ്പിക്കുക. ഇത് പിന്നെ കുറച്ച് തേങ്ങയാണ്, ഒരു 10 തേങ്ങ എടുത്തിട്ടുണ്ട്. 2 വെറൈറ്റി എള്ള് എടുത്തിട്ടുണ്ട്, കറുപ്പും വെളുപ്പും. പിന്നെ കുറച്ച് കരിഞ്ജീരകം, ഒരു 1/4 കപ്പ് ഏലക്ക എടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ പൊടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞളൊന്നും ആരും ചേർക്കാറില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ഒതൻറ്റിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് വെള്ള എള്ള് ഇട്ട് കൊടുക്കുക. വെള്ള എള്ള് നിർബന്ധമില്ല, ഇവിടെ ഇപ്പോൾ ഉണ്ടായത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. കറുപ്പ് എള്ളായാലും മതി. പിന്നെ എല്ലാവരും ഇതിൽ ജീരകം എല്ലാം ചേർക്കും, നല്ല ജീരകം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ എള്ള് ഇട്ടാൽ തന്നെ മതി. ജീരകം ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അതിന് കിട്ടുക. ഇതാണ് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് തേങ്ങയെല്ലാം എല്ലാ സൈഡിലും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കറുത്ത എള്ള് ചേർക്കാം. കറുത്ത എള്ള് മാത്രമായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഉള്ളതുപോലെയൊക്കെ ചേർക്കാം. പിന്നെ ഇവിടെ കൂടുതൽ എമൗണ്ട് ഉള്ളത് കൊണ്ട് 2 ചെമ്പിലേക്ക് മാറ്റിയിട്ടാണ് കുഴയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 2 ചെമ്പിലേക്ക് മാറ്റിയത്. അപ്പോൾ രണ്ടും ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ഇത് നമ്മൾ പൊടിപ്പിക്കുമ്പോൾ പുട്ടിന് പൊടിക്കുക, അല്ലെങ്കിൽ പൂരം വറുത്തതിനാണ് എന്ന് പറഞ്ഞിട്ട് പൊടിച്ചാൽ അവർ ഇതേ ഒരു രൂപത്തിൽ അത് പൊടിപ്പിച്ച് കിട്ടും. അപ്പോൾ പുട്ടിന് എന്ന് പറഞ്ഞാൽ മതി. അതല്ല നിങ്ങൾ കുറഞ്ഞ എമൗണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ട് ജാറിലിട്ട് പൊടിപ്പിച്ചെടുക്കുക, തരിതരിയായിട്ട് പൊടിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഒരു ചെമ്പിൽ നിന്നും മറ്റു ചെമ്പിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വീണ്ടും കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുക. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. കൂടുതൽ എമൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവരുടെ മോട്ടോർ ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായിക്കും. പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ അവരെ കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കുറച്ച് സമയം അതൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇത് വറുക്കാനായിട്ട് തുടങ്ങാം. ഇവിടെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വിറകടുപ്പിലാണ് ഇത് ചെയ്യുന്നത്. ഇത് എന്നിട്ട് ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി അതിനെ ഒരു ഗോൾഡൻ ബ്രൗണും അല്ല, അതിനേക്കാളും ഒന്ന് റെഡിഷ് ബ്രൗൺ കളറിൽ ഇതിനെ വറുത്ത് മാറ്റാം. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇത് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടായ ശേഷം ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടാണ് വറുത്തെടുക്കുന്നത്. അത് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ ഒന്നുകൂടെ പറയാം. 1 മണിക്കൂർ നമ്മുടെ പച്ചരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. എന്നിട്ട് അതിന് വെള്ളമെല്ലാം വാർന്ന് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം പൊടിപ്പിക്കാനായിട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി കുറേശ്ശെ ആയിട്ട് 2 പാത്രത്തിലൊക്കെ ഇട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്, ഓരോ സെക്ഷനായിട്ട്. അപ്പോൾ ചിലർ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ ഓഫ് ചെയ്യും, പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നല്ലൊരു ബ്രൗൺ കളർ വരും, ഒരു റെഡിഷ് ബ്രൗൺ കളർ വരും, അതുവരെ ഇത് വയറ്റണം. കുറേ പേരൊക്കെ വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെ കൂടുതൽ എമൗണ്ട് ചെയ്യാം. നമ്മൾ ഇതിപ്പോൾ 3 ആൾക്കാർ കൂടിയിട്ടാണ് ഇതെല്ലാം വറുത്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഫാമിലി എല്ലാവരും കൂടി ഇത് ചെയ്യുക, ഒരു രസമായിരിക്കും. അത് നമ്മൾ കുറേ ഉണ്ടായത് കൊണ്ട് 1 ഡേ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ റെഡ് കളർ ബ്രൗൺ കളർ ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. കൈ കുറച്ച് കടയും, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോലും ഇത് കഴിച്ച് വയ്ക്കുന്ന ഒരു സംഭവമാണ്. ഇത് ബേക്കറിയിൽ വാങ്ങാനാണെങ്കിൽ നല്ല പൈസ ഉണ്ട്, ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവാണ്. ആരും ഇതുവരെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു 7 വലിയ കോഴിമുട്ടയാണ്. കോഴിമുട്ട നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ആ മഞ്ഞയും വെള്ളയും നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് ഇത് നമ്മുടെ വറുത്തെടുക്കുന്ന ആ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇതിപ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് കുറേശ്ശെ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഒരു സെക്ഷനിലിട്ടു, പിന്നെ വീണ്ടും അടുത്ത സെക്ഷനിലിട്ടു, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ എമൗണ്ടാണ് ചേർക്കുന്നതെങ്കിൽ, ഇപ്പോൾ 1 കിലോ അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കിലോ അരിക്ക് 2 വലിയ തേങ്ങ എടുക്കുക, 2 കോഴിമുട്ട എടുക്കുക. ഇപ്പോൾ ഞാൻ ആ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. ആ വൈറ്റ് കളർ നമ്മൾ ഫസ്റ്റ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു ടൈമിലുള്ള കളറ് ഇതാണ്. ഇനി നമ്മുടെ കളറ് മാറിയിട്ടിതാ
ഈ ഒരു ബ്രൗൺ കളറിൽ വരണം, നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറിൽ വരണം. ഇതിപ്പോൾ ലൈറ്റ് കാരണമാണ് കുറച്ചൊരു ലൈറ്റായിട്ട് തോന്നുന്നത്. ഇത് നല്ല ബ്രൗൺ കളറാണ്. ഇനി ഞാനിതാ ഒരു സെക്ഷൻ മാറ്റി അടുത്ത സെക്ഷനിൽ വീണ്ടും ഈ കോഴിമുട്ട മിക്സ് ചേർത്തിട്ട് വറുത്തെടുക്കുകയാണ്. ഇത് വലിയൊരു ക്വാണ്ടിറ്റി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 1 കിലോ ആണ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ഡയറക്റ്റായിട്ട് കോഴിമുട്ട ഒഴിച്ച് ചെയ്താലും മതി, അങ്ങനെ ചെയ്താലും മതി. ഇവിടെ ഇപ്പോൾ നല്ല കളറ് മാറിയിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 കപ്പ് ഏലക്ക എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് വറുത്ത് മാറ്റി വെച്ച നമ്മുടെ പൂരം വറുത്ത ആ മിക്സിലേക്ക് ഈ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനെല്ലാം കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഒന്നുമില്ല, നമ്മൾ എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റിയാണ്. ഇപ്പം 1 kg ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 kg ആണെങ്കിൽ 2 വലിയ തേങ്ങ എടുക്കുക, 2 കോഴിമുട്ട ചേർക്കാം. എല്ലാം കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടി വരെയുള്ളൂ. അപ്പോൾ കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഒന്നും ഇതിൽ പറയാനില്ല. നിങ്ങൾ എത്രത്തോളം എടുക്കുന്നോ അത്രയും ടേസ്റ്റിയാണ്. ഇനി വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്, അതാണ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യ ക്വാണ്ടിറ്റിക്ക് തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം ചൂടാക്കുക, അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് എന്ന് പറയുന്നത് മിൽമ അല്ലെങ്കിൽ RKG നെയ്യല്ല, സാധാ നമ്മുടെ ഡാൽഡ എന്ന് പറയുന്ന ഒരു നെയ്യ് ഉണ്ടല്ലോ, അത് തന്നെ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒന്നും ചേർക്കരുത്, നെയ്യാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇത് നന്നായിട്ട് എടുക്കണം. ഇത് ചെറിയ ഉള്ളി എല്ലാവരും ചേർക്കലുണ്ട്, പക്ഷേ ഈ ഒരു മെത്തേഡിൽ ആരും ചേർത്ത് കണ്ടിട്ടില്ല. ഡയറക്റ്റ് നമ്മുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യണത് കണ്ടത് ഞാൻ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് അത് നമ്മുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പൂരം വറുത്തത് മുഴുവനായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞു, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഉള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, വീണ്ടും മിക്സ് ചെയ്യുക. ഇതിപ്പോൾ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം ഇതിലേക്ക് ഇനിയും പഞ്ചസാര, ഉപ്പ് എല്ലാം ചേർക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 കിലോ അരി ഉണ്ടെന്ന്. 8 കിലോ അരി ഉണ്ട്, നമ്മളത് വറുത്തെടുത്തിട്ട് ഇത്രയേ ഉള്ളൂ. നേരത്തെ വലിയ 2 ചെമ്പിലേക്ക് ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ കുഴച്ചെടുത്തത്. ഇപ്പോൾ ഇതേ ഉള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ ആദ്യം, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ അതിൽ ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണ്ട ഉപ്പ് ചേർക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഏതായാലും പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. ഈ വറുക്കുന്ന ആ ഒരു സംഭവം മാത്രമാണ് പിന്നെയും കുറച്ചൊരു എഫേർട്ട് ഉള്ളത്. ഇതാണ് നമ്മൾ കറക്റ്റ് ഷോപ്പിൽ വാങ്ങിക്കുന്ന ആ ഒരു മെത്തേഡും ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും എല്ലാം ഇത് സെയിം തന്നെയാണ്. നമുക്കിത് ഉണ്ടാക്കിയതാണോ എന്നുള്ള ഒരു സംശയം വരും. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഇതാണ് കറക്റ്റ് മെത്തേഡ്. ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ളത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. ഇവിടെ ഇപ്പോൾ 2.5 കിലോ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ചിലർ ചെയ്യുന്നത് പഞ്ചസാര ഒന്നും ചേർക്കാറില്ല, അത് നമ്മൾ ഈ പൊടി ചെയ്തിട്ട് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാറാണ്. പക്ഷേ ഏറ്റവും നല്ലത് ഈ ഒരു ടൈമിൽ തന്നെ ഇത് ചേർക്കുക. എന്നിട്ട് ഇത് നമ്മളിനി മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ്. നമ്മൾ കുറച്ചൊരു പണി എടുത്താലും അതിനുള്ള ഒരു റിസൾട്ട് കിട്ടാനുണ്ട്. ഇനി ഞാനിതാ പൊടിച്ചെടുക്കുകയാണ്. മിക്സിൻ്റെ ഏറ്റവും വലിയ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് കുറേശ്ശേ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് റെഡിയാവും, അധികം പണിയുള്ള കാര്യങ്ങളൊന്നുമല്ല, വേഗം തന്നെ ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് 8 കിലോ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ വേഗം ചെയ്തെടുക്കാൻ പറ്റും, വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഇത് പൊടിയെടുത്ത് ജാറിലേക്ക് ഇടുക, കുറേശ്ശേ ആയിട്ട് പൊടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇത്ര പണിയേ ഉള്ളൂ, സിമ്പിളാണിത്. ചിലർ അരിച്ചെടുക്കാറാണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഇത് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് പൊടിച്ചെടുക്കുന്ന മുൻപുള്ള നമ്മുടെ പൂരം വറുത്തത്. ഇനി പൊടിച്ചെടുത്താൽ കണ്ടോ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫൈൻ പൗഡർ അല്ല, നമ്മൾ മണലില്ലേ, മണൽത്തരി പോലെ. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ പൂരം വറുത്തത്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിലിപ്പോൾ എന്താ ആഡ് ചെയ്തതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ആ സീക്രട്ട് റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു തരത്തിലുള്ള കിട്ടും. ഞാനൊന്നുകൂടെ കാണിക്കുകയാണ്. ജാറിലേക്ക് നമ്മുടെ മിക്സ് ഇടുക, പൊടിച്ചെടുക്കുക. എന്നിട്ട് എല്ലാം പൊടിച്ചത് ഒരുമിച്ചിടുക, ഒന്ന് വീണ്ടും മിക്സ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്ത് ആയിട്ടുണ്ട്, പെർഫെക്റ്റ് കളറ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂരം വറുത്തതിൻ്റെ ആ ഒരു റെസിപ്പി. ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്യാനുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിഞ്ജീരകം ചേർക്കാനുണ്ട്, അത്രയേ ഉള്ളൂ പണി.
ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ മെത്തേഡ് പറയാം. 1 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്തതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, തേങ്ങ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ചേർത്ത് വീണ്ടും കുഴച്ചെടുക്കുക. 1 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ അവസാന ഘട്ടത്തിലേക്കാണ് അല്പം കരിഞ്ജീരകം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കരിഞ്ജീരകം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കൂടുതൽ എമൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ കരിഞ്ജീരകം ഇങ്ങനെ ഡയറക്റ്റ് ചേർത്തത്. ഇനി ഞാൻ കരിഞ്ജീരകം ഒന്ന് മൂപ്പിച്ചെടുത്ത് വറുത്തത് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് നെയ്യൊന്ന് മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ഇത് മെൽറ്റായ ശേഷം ഇതിലേക്ക് ഞാൻ കരിഞ്ജീരകം ഇട്ട് കൊടുത്തു. ഫ്ലെയിം ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഞാൻ പൊടിച്ച് വെച്ച നമ്മുടെ പൂരം വറുത്ത മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കറുത്ത കളർ മാത്രമേ നമ്മുടെ പൂരം വറുത്തയിൽ കാണുള്ളൂ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ കാണൂല, കാരണം അത്ര നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മണൽത്തരി പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സീക്രട്ട് റെസിപ്പി. ശരിയായിട്ടുള്ള റെസിപ്പി ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ആ സീക്രട്ട് റെസിപ്പി. ഞാൻ എത്രയോ റെസിപ്പീസ് യൂട്യൂബിൽ അടിച്ചു നോക്കിയതാണ്, കണ്ടു നോക്കിയതാണ് ഞാൻ. അതിലൊന്നും ഈ ഒരു പെർഫെക്റ്റ് റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പണി കഴിഞ്ഞു. ഇനി ഇത് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്കൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് വയ്ക്കാം. ഇതുപോലെയുള്ള ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് വയ്ക്കാം. കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ 1 മണിക്കൂർ മാറ്റി റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക. അതിലേക്ക് കോഴിമുട്ട ചേർക്കാം, ഉള്ളി വറുത്തത് ചേർക്കുക, ഏലക്ക പൊടിച്ചത് ചേർക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ്, പഞ്ചസാര എല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മണൽത്തരി പോലെ പൊടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച കരിഞ്ജീരകം ചേർക്കുക. ഇത്ര പണിയേ ഉള്ളൂ. വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ സ്റ്റേജും നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. അതാണ് ഇത്ര ലെങ്തി ആയത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ തീർച്ചയായും അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അൻറ്റിൽ ടേക്ക് കെയർ. താങ്ക് യു.